ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഓപ്പാമ്പ് 3 കൂടി കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. നമുക്കിവിടെ ഓപ്പാമ്പ് 3 എന്ന് പറയുന്നത് എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ നിന്ന് ഇൻവേർട്ടിംഗ് ടെർമിനലിനകത്ത് V01 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടിൽ കൂടിയുള്ള ഒരു വോൾട്ടേജും അടിയിൽ V02 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജും നോൺ ഇൻവെർട്ടിങ്ങിൽ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ രണ്ടുക്കുമുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ വി ഔട്ടായിട്ട് നമുക്ക് വരേണ്ടത് അല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? R3/R2 ഇൻറ്റു V01 മൈനസ് V02 എന്നായിരിക്കും നമുക്ക് കിട്ടണത് അല്ലേ. അതാണ് ഞാൻ മേലിലത്തെ ഈക്വേഷനകത്ത് എഴുതിയിരിക്കുന്നത്, അതായത് ഇവിടെ. അപ്പോൾ എന്താണ് ഈ ഈക്വേഷനകത്ത് എന്തുണ്ട്? V01 മൈനസ് V02 എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ V01 മൈനസ് V02 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത് അല്ലേ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈക്വേഷൻ 3. ആ ഈക്വേഷൻ 3യെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും നോക്കിയേ. വി ഔട്ട് ഈക്വൽ ടു R3 മൈനസ് R2 ഇൻറ്റു V01 മൈനസ് V02ക്ക് പകരം ഇതെടുത്തിട്ട് എഴുതിയിരിക്കണേണ് 2R1 പ്ലസ് 2R ഇത് RG1 ഇൻറ്റു V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ R ഗെയിൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കണേണ്. ഇതിനകത്ത് ഞാൻ ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കാൻ പോകുന്ന ഇത് സർക്യൂട്ടിലുള്ള എല്ലാ റെസിസ്റ്റൻസും R എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോവുക. അപ്പോൾ ആർ ഗെയിൻ ഒലിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ റെസിസ്റ്റൻസേയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 ഈക്വൾ ടു R2 ഈക്വൾ ടു R3 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടണത്. ഇത് കൊണ്ടുപോയിട്ട് മേലത്തെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേന് അപ്പോൾ വി ഔട്ട് ഈക്വൾ ടു എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടും? R3 വന്നിട്ട് ക്യാൻസലായി പോകും. ലാസ്റ്റ് 2R1 പ്ലസ് ആർ ഗെയിൻ ഇൻറ്റു V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ ആർ ഗെയിൻ എന്നായിരിക്കും കിട്ടണത്. ഇതിൽ ഈ ആർ ഗെയിനെ വന്നിട്ട് ഇത് ഡിവൈഡഡ് ബൈ ചെയ്യാൻ പോവുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്താകും? 2R1/R ഗെയിൻ പ്ലസ് ആർ ഗെയിൻ ഇൻറ്റു V1 മൈനസ് V2 കിട്ടും. അപ്പോൾ അകത്തിരിക്കുന്നതിൽ ആർ ഗെയിൻ ക്യാൻസലായിട്ട് ലാസ്റ്റ് വി ഔട്ട് ഈക്വൽ ടു 2R1 ഡിവൈഡഡ് ബൈ ആർ ഗെയിൻ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടും ഇൻറ്റു V1 മൈനസ് V2 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടണത്. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഗെയിനിക്ക് വന്നിട്ട് എന്തായിരിക്കണം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗെയിൻ വന്നിട്ട് നമ്മൾ കൂടുതലാകുന്നത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? വി ഔട്ട് വന്നിട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗെയിൻ എത്രമാത്രം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ഔട്ട്പുട്ട് വോൾട്ടേജ് അത്രയ്ക്കും ആംപ്ലിഫിക്കേഷനായിട്ട് സിഗ്നൽസ് വന്നിട്ട് അൺവാണ്ടഡ് സിഗ്നൽസൊക്കെ കളഞ്ഞിട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടണത്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഈക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഈക്വേഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക.